എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അശ്വമേധം എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 3. മറഞ്ഞിരിക്കുന്ന ശത്രു. വിക്രമിന്റെ ആയുധപ്പുര കത്തിയമരുന്ന കാഴ്ച നോക്കി നിൽക്കുമ്പോൾ മാളവികയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത തണുപ്പായിരുന്നു. വർഷങ്ങളായി തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഭയത്തിനു പകരം ഇപ്പോൾ അവിടെ ഒരു വേട്ടക്കാരന്റെ വീര്യം നിറഞ്ഞിരിക്കുന്നു. അർജുൻ തന്റെ ബൈക്കിന്റെ ഹാൻഡിലിൽ മുറുക്കി പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ആ തീജ്വാലകളുടെ പ്രതിഫലനം മിന്നിമറഞ്ഞു. നമുക്കിവിടെ നിന്ന് മാറണം മാളവിക. പോലീസ് എത്തുന്നതിന് മുൻപ് നാം സുരക്ഷിത സ്ഥാനത്തെത്തണം, അർജുൻ ശാന്തമായി പറഞ്ഞു. അവർ ബൈക്കിൽ നഗരത്തിന്റെ ഇടവഴികളിലൂടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞു. കാറ്റിൽ മാളവികയുടെ മുടിയിഴകൾ അർജുന്റെ തോളിൽ തഴുകി. ആ നിമിഷം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നേർത്ത നൂൽപാലത്തിലൂടെയാണ് തങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. എങ്കിലും അർജുന്റെ പുറകിലിരിക്കുമ്പോൾ അവൾക്ക് ഒരു ഭയവുമില്ലായിരുന്നു. പുലർച്ചെ 3 മണിയോടെ അവർ അർജുന്റെ രഹസ്യ താവളമായ ഫാം ഹൗസിൽ തിരിച്ചെത്തി. അകത്തെ മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം. അർജുൻ തന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അഴിച്ചുമാറ്റി. അവന്റെ തോളിൽ ഒരു ചെറിയ മുറിവ് കണ്ടപ്പോൾ മാളവികയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അർജുൻ, നിനക്ക് പരിക്കേറ്റിരിക്കുന്നു. അവൾ വേഗം ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി അവന്റെ അടുത്തേക്ക് ഒരുട്ടി. അർജുൻ കസേരയിൽ ഇരുന്നു. മാളവിക പഞ്ഞികൊണ്ട് അവന്റെ മുറിവ് തുടച്ചു. അവൾ അത്രയും അടുത്ത് നിൽക്കുമ്പോൾ അർജുന്റെ ശ്വാസം ഒന്ന് തടഞ്ഞു. മാളവികയുടെ കണ്ണുകളിൽ നിന്ന് പെയ്യാൻ കാത്തു നിൽക്കുന്ന കണ്ണീരും അവളുടെ വിരലുകളുടെ വിറയലും അവൻ ശ്രദ്ധിച്ചു. ഇതൊരു ചെറിയ പോറലല്ലേ മാളവിക? ഇതിലും വലിയ പരിക്കുകൾ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. മാളവിക അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. എനിക്ക് വേണ്ടി നീ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്തിനാണ് അർജുൻ? നിനക്ക് നിന്റെ വഴിക്ക് പോകാമായിരുന്നില്ലേ? അർജുൻ അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. ഇത് നിനക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല മാളവിക, ഇതെന്റെ അച്ഛന് വേണ്ടിയുള്ളതാണ്. ഒപ്പം ഇപ്പോൾ എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ്. ആ വാക്കുകൾ മാളവികയുടെ ഉള്ളിലെ അവസാനത്തെ തടസ്സങ്ങളും നീക്കി. അവൾ അർജുന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചു. ആ വലിയ മുറിയിൽ പുറത്തെ മഴയുടെ ശബ്ദം മാത്രം ബാക്കിയായി. പകയുടെയും മരണത്തിന്റെയും ഇടയിൽ അവർക്കിടയിൽ പ്രണയം ഒരു അഗ്നിനൃത്തം ചെയ്യുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ മാളവിക ഓഫീസിലെത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവത്തിലാണ്. അവൾ നേരെ പോയത് വർമ്മയുടെ ക്യാബിനിലേക്കാണ്. വർമ്മ അവിടെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. വിക്രമിന്റെ ഗോഡൌൺ തകർന്ന വാർത്ത അയാൾ അറിഞ്ഞു കഴിഞ്ഞു. മാളവിക മോളെ, നീ ഇതറിഞ്ഞോ? കൊച്ചിയിൽ വലിയൊരു സ്ഫോടനം നടന്നിരിക്കുന്നു. സുരക്ഷ വർദ്ധിപ്പിക്കണം, വർമ്മ വ്യാജമായ ഉത്കണ്ഠയോടെ പറഞ്ഞു. മാളവിക ഒരു ഗൂഢപുഞ്ചിരിയോടെ അയാളുടെ മുന്നിലെ കസേരയിലിരുന്നു. അറിയാം വർമ്മ അങ്കിൾ, വിക്രമിന് ആരോ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. ചതിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ അല്ലേ? വർമ്മയുടെ മുഖം ഒന്ന് വിളറി. അയാൾ വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുത്തു. തീർച്ചയായും അങ്കിൾ, കമ്പനിയുടെ പുതിയ പ്രോജക്റ്റിന്റെ രേഖകൾ എനിക്ക് വേണം. എല്ലാം ഞാൻ തന്നെ നേരിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചു, മാളവിക കടുപ്പത്തിൽ പറഞ്ഞു. വർമ്മയുടെ കൈകൾ ഒന്ന് വിറച്ചു. അയാൾക്ക് മാളവികയിൽ വന്നിരിക്കുന്ന മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനെന്താ മോളെ, തരാമല്ലോ. മാളവിക ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അർജുൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. വർമ്മയുടെ ഓരോ നീക്കവും അർജുൻ സ്ഥാപിച്ച രഹസ്യ ക്യാമറകളിലൂടെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം വർമ്മ ഒരു രഹസ്യ ഫോൺ കോൾ ചെയ്തു. അർജുൻ, അത് ചോർത്തി. വിക്രം, ആ പെണ്ണ് പണ്ടത്തെ പോലെയല്ല. അവൾക്ക് പിന്നിൽ ആരോ ഉണ്ട്. ഉടനെ അവളെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ജയിലിലാകും. അർജുൻ മാളവികയെ നോക്കി. അവർ അടുത്ത കെണി ഒരുക്കിക്കഴിഞ്ഞു. മാളവിക, നാളെ നീ സബർമതി എസ്റ്റേറ്റിലേക്ക് ഒറ്റയ്ക്ക് പോകണം. അവർ അവിടെ വെച്ച് നിന്നെ ആക്രമിക്കാൻ വരും. അർജുൻ, എനിക്ക് പേടിയാവുന്നു, മാളവിക പറഞ്ഞു. അർജുൻ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. പേടിക്കണ്ട, ഞാൻ നിന്റെ നിഴലായി കൂടെയുണ്ടാകും. മാളവിക ശത്രുക്കളുടെ ചതിക്കുഴിയിലേക്ക് നടന്നു കയറുന്നത് അർജുൻ ഒരുക്കിവെച്ച മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിരുന്നു. സബർമതി എസ്റ്റേറ്റിലെ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരു മരണഗന്ധമുണ്ടായിരുന്നു. മാളവിക തന്റെ കാർ എസ്റ്റേറ്റ് ബംഗ്ലാവിന് മുന്നിൽ നിർത്തി. അർജുൻ പറഞ്ഞതുപോലെ അവൾ തനിയെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച വയർലെസ് മൈക്രോഫോണിലൂടെ ഓരോ ശ്വാസവും അർജുൻ കേൾക്കുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിന്റെ ഉമ്മറത്ത് വർമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് പതിവില്ലാത്ത ഒരു ഗൗരവം നിഴലിച്ചു. മോളെ, നീ വന്നോ? അയാൾ സ്നേഹം നടിച്ചു വിളിച്ചു. മാളവിക അകത്തേക്ക് നടന്നു. ഹാളിലെ വലിയ ചുമരിൽ അവളുടെ അച്ഛൻ രാഘവൻ മാധവന്റെ ചിരിക്കുന്ന ചിത്രം തൂങ്ങിക്കിടക്കുന്നു. അത് കണ്ടപ്പോൾ മാളവികയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അങ്കിൾ, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? മാളവിക ചോദിച്ചു. വർമ്മ ഒരു സോഫയിലിരുന്നു. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. മാളവിക, നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഒരു വലിയ രഹസ്യം എന്നെ ഏൽപ്പിച്ചിരുന്നു. ഈ എസ്റ്റേറ്റിന്റെ ആധാരങ്ങൾ നിനക്ക് കൈമാറാൻ സമയമായി എന്നെനിക്ക് തോന്നി. അയാൾ ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ചു.
മാളവിക അത് തുറന്നു നോക്കി. അതിൽ ആധാരങ്ങൾക്ക് പകരം അവളുടെ അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുറച്ച് പഴയ ഫോട്ടോകളുമായിരുന്നു. ഫോട്ടോകളിൽ വർമ്മയും വിക്രമും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നത് വ്യക്തമായിരുന്നു. ഇത് മാളവികയുടെ ശബ്ദം ഇടറി. വർമ്മ ക്രൂരമായി ചിരിച്ചു. അതേ മോളെ, നിന്റെ അച്ഛൻ ഒരു മണ്ടനായിരുന്നു. ബിസിനസ്സിൽ ലാഭം മാത്രം നോക്കിയാൽ പോരാ, കൂടെ നിൽക്കുന്നവന്റെ കണ്ണിലെ പകയും കൂടി നോക്കണമായിരുന്നു. അന്ന് ആ രാത്രിയിൽ കാറിന്റെ ബ്രേക്ക് ലൈൻ മുറിക്കാൻ വിക്രമിന് നിർദ്ദേശം നൽകിയത് ഞാനാണ്. നിന്റെ അമ്മയെയും അച്ഛനെയും ആ പുഴയിലേക്ക് തള്ളിയിടുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നിലവിളി കേൾക്കുമ്പോൾ എനിക്ക് വലിയൊരു സംതൃപ്തി തോന്നി. മാളവികയുടെ ഉള്ളിൽ പക ആളിക്കെത്തി. അവൾ വർമ്മയുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. നീ ഒരു മൃഗമാണ് വർമ്മ. നിന്നെ ഞാൻ കൊല്ലും. നീ എന്നെ കൊല്ലാനോ? വർമ്മ കൈകൊട്ടി ചിരിച്ചു. ഉടനെ മുറിയുടെ 4 വശത്തു നിന്നും സായുധരായ ഗുണ്ടകൾ പുറത്തു വന്നു. അവർക്ക് നടുവിലൂടെ വിക്രം നടന്നു വന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ വേട്ടയാടൽ കത്തിയുണ്ടായിരുന്നു. മാളവിക, നിന്നെ കൊന്ന് ഈ സാമ്രാജ്യം മുഴുവൻ ഞങ്ങൾ സ്വന്തമാക്കും, വിക്രം പറഞ്ഞു. മാളവിക പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവരെ അമ്പരപ്പിച്ചു. എന്റെ കൂടെയുള്ളത് ആരാണെന്ന് നിനക്കറിയില്ല. പെട്ടെന്ന് ബംഗ്ലാവിന്റെ ജനാലകൾ തകർന്നു. ആ പുകപടലങ്ങൾക്കിടയിലൂടെ ഒരു കറുത്ത നിഴൽ അകത്തേക്ക് ചാടി വീണു. അത് അർജുനായിരുന്നു. അവന്റെ കയ്യിൽ മെഷീൻ ഗണ്ണുകൾ ഉണ്ടായിരുന്നു. അർജുൻ! വർമ്മ നിലവിളിച്ചു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അവന്റെ തോക്കുകൾ ഗർജിക്കാൻ തുടങ്ങി. ഒരു മിന്നൽപ്പിണർ പോലെ അവൻ ഗുണ്ടകൾക്കിടയിലൂടെ പാഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ ആ മുറി ഒരു രക്തക്കളമായി മാറി. വിക്രം മാളവികയെ പിടിക്കാൻ ആഞ്ഞപ്പോഴേക്കും അർജുൻ അവന്റെ കയ്യിൽ വെടിവെച്ചു. വിക്രം നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണു. അർജുൻ വർമ്മയുടെ അടുത്തേക്ക് നടന്നു. വർമ്മ പേടിച്ചു വിറച്ചു. അർജുൻ, മേജർ അർജുൻ, എന്നെ കൊല്ലരുത്. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു. സുഹൃത്തോ? അർജുൻ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്തിക്കൊന്നവനാണോ നീ? നിനക്ക് മരണം ഒരു സമ്മാനമാണ് വർമ്മ. പക്ഷെ നിനക്ക് ഞാൻ നൽകുന്നത് നരകമാണ്. അർജുൻ വർമ്മയെ പോലീസിന് കൈമാറാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും വിക്രം എങ്ങനെയോ എഴുന്നേറ്റ് അർജുനെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നു. മാളവിക ഒട്ടും വൈകാതെ തന്റെ കയ്യിലിരുന്ന പിസ്റ്റൾ എടുത്തു വിക്രമിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു. ശത്രുക്കളുടെ ചോരയിൽ മാളവികയുടെ പക അവസാനിച്ചു. അവൾ അർജുന്റെ നെഞ്ചിൽ ചാഞ്ഞു കരഞ്ഞു. പഴയ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. സബർമതി എസ്റ്റേറ്റിലെ ആ രക്തരൂഷിതമായ രാത്രിക്ക് ശേഷം കൊച്ചി നഗരം ഉണർന്നത് നടുക്കുന്ന വാർത്തകളുമായാണ്. പ്രമുഖ ബിസിനസ്സുകാരനായ വർമ്മയുടെ അറസ്റ്റും വിക്രമിന്റെ മരണവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. MS ടെക്സ്റ്റൈൽസ് ഇപ്പോൾ മാളവികയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. എങ്കിലും അവളുടെ മനസ്സിൽ ആ ശാന്തതയില്ലായിരുന്നു. അർജുൻ ഇപ്പോൾ മാളവികയുടെ വെറുമൊരു സെക്യൂരിറ്റി ചീഫ് അല്ല, അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എങ്കിലും അവന്റെ ഭൂതകാലത്തിലെ ചില ഏടുകൾ ഇപ്പോഴും മൂടപ്പെട്ട നിഗൂഢതയായി തുടരുന്നു. ഒരു വൈകുന്നേരം മാളവിക തന്റെ ഓഫീസിലിരുന്ന് പഴയ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. അർജുൻ അന്ന് ഫാം ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർത്തു. മേജർ അർജുൻ ശേഖർ. അവൾ ഗൂഗിളിൽ ആ പേര് വീണ്ടും തിരഞ്ഞു. പഴയ പത്രവാർത്തകളിൽ ഒരിടത്ത് അവളുടെ കണ്ണുടക്കി. മേജർ അർജുൻ ശേഖർ കാണാതായി. ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് സൈന്യം അന്വേഷിക്കുന്നു. മാളവികയുടെ കൈകൾ വിറച്ചു. താൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന തന്റെ ജീവൻ രക്ഷിച്ച ഈ മനുഷ്യൻ ഒരു രാജ്യദ്രോഹിയാണോ? അതോ ഇതിന് പിന്നിൽ മറ്റൊരു വലിയ ചതിയുണ്ടോ? അവൾ അർജുനെ വിളിക്കാൻ ഫോൺ എടുത്തു. പക്ഷെ അപ്പോഴേക്കും അവൻ അവളുടെ ക്യാബിനിലേക്ക് കടന്നു വന്നു. അവന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു ഗൗരവമുണ്ടായിരുന്നു. മാളവിക, നമുക്കുടനെ ഇവിടെ നിന്ന് മാറണം. വിക്രമിന്റെ പിന്നിൽ മറ്റൊരു വലിയ സ്രാവുണ്ട്. രാഹുൽ ശർമ്മ, മുംബൈ അധോലോകത്തിലെ രാജാവ്. വർമ്മയുടെയും വിക്രമിന്റെയും യഥാർത്ഥ ബോസ് അയാളാണ്. മാളവിക കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ സംശയം നിഴലിച്ചു. അർജുൻ, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചതാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? പക്ഷേ വാർത്തകൾ പറയുന്നത് നീ ഒളിവിലാണെന്നാണ്. അർജുൻ ഒന്ന് തറഞ്ഞു നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. മാളവിക, ചില സത്യങ്ങൾ പുറത്തു പറയാൻ സമയമായിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ നിന്നെയോ ഈ രാജ്യത്തെയോ ചതിച്ചിട്ടില്ല. എന്നെ കുടുക്കിയതാണ്. ആരാണ് നിന്നെ കുടുക്കിയത്? മാളവികയുടെ ശബ്ദമുയർന്നു. രാഹുൽ ശർമ്മ. അയാൾക്ക് വേണ്ടി വർമ്മയാണ് ആ ചതി ഒരുക്കിയത്. എന്റെ അച്ഛനെ കൊന്നതും അവർ തന്നെയാണ്. അർജുന്റെ ശബ്ദത്തിൽ പകയും വേദനയും നിറഞ്ഞു നിന്നു. മാളവികയുടെ മനസ്സ് പിടഞ്ഞു. അവൾക്ക് അവനെ വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു. എങ്കിലും അവന്റെ കണ്ണുകളിലെ ആ സത്യസന്ധത അവളെ കീഴ്പ്പെടുത്തി. അവൾ അവനെ ചേർത്ത് പിടിച്ചു. എനിക്ക് നിന്നെ വിശ്വാസമാണ് അർജുൻ. പക്ഷെ രാഹുൽ ശർമ്മ, അയാൾ എത്രത്തോളം അപകടകാരിയാണ്? അർജുൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ ഒരു നിഴൽ പോലെയാണ്. പക്ഷെ ഈ അശ്വമേധം അവസാനിക്കണമെങ്കിൽ ആ നിഴലിനെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരണം. അന്ന് രാത്രി അർജുന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. അത് രാഹുൽ ശർമ്മയുടെ വലം കൈയായ ടൈഗർ അയച്ചതായിരുന്നു.
അർജുൻ, നിന്റെ പെണ്ണിനെ സൂക്ഷിച്ചോ. നാളെ അവൾക്ക് വേണ്ടി ഒരു കെണി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അർജുൻ തന്റെ തോക്ക് ലോഡ് ചെയ്തു. അവന്റെ കണ്ണുകളിൽ വീണ്ടും ആ കമാൻഡോയുടെ വീര്യം ഉണർന്നു. മാളവികയോടുള്ള പ്രണയവും തനിക്കെതിരെയുള്ള ചതിയുടെ കറ കഴുകിക്കളയാനുള്ള പകയും അവനെ കൂടുതൽ കരുത്തനാക്കി. രാഹുൽ ശർമ്മയുടെ കെണിയിൽ അവർ വീഴുമോ? അർജുന്റെ ഭൂതകാലത്തിലെ കറുത്ത പാടുകൾ മാളവികയെ അസ്വസ്ഥമാക്കുന്നു. രാഹുൽ ശർമ്മ എന്ന പുതിയ ശത്രുവിന്റെ വരവ് കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. അർജുന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമോ? മാളവികയെ സംരക്ഷിക്കാൻ അവന് ഏതറ്റം വരെ പോകേണ്ടി വരും? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.